നമസ്കാരം. ലവ് ലൈഫ് ട്രാവൽ ഇന്നെത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയുടെ മൂലസ്ഥാനമെന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ, വെറും 10 മിനിറ്റ് മാത്രം യാത്രയേ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ അമ്പലം നമുക്ക് സമ്മാനിക്കുന്നത്. ഈ പടിക്കെട്ട് ഇറങ്ങി വേണം കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. തടാകത്തിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന വളരെ അപൂർവമായ, വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് ഈ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. മാക്സിമം പറ്റുന്നവർ ഈ അമ്പലം ഒരു തവണയെങ്കിലും ചെന്ന് കാണുക. അത്രയ്ക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയും വളരെ പോസിറ്റീവ് എനർജിയും നമുക്ക് തരുന്ന ഒരു അമ്പലം തന്നെയാണ് ഇതെന്നതിൽ സംശയമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുളത്തിൻ്റെ നടുക്കുള്ളൊരു മനോഹരമായ വിഷ്ണുവിൻ്റെ അമ്പലമാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ ഉത്ഭവത്തിന് കാരണമായ ഒരു ക്ഷേത്രം കൂടി എന്നുള്ള ബഹുമതി ഇതിനുണ്ട്. അതായത് വില്ലുവങ്കലത്ത് സ്വാമിയാർ ഇവിടെ ഭജിച്ച് താമസിച്ചിരുന്നെന്നും, അപ്പോൾ വില്ലുവങ്കലത്ത് സ്വാമിയാരുടെ കൂടെ സാക്ഷാൽ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഇവിടെ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി അദ്ദേഹത്തിൻ്റെ കൂടെ പൂജാസാധനങ്ങൾ ഒരുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നെന്നും, ഭഗവാന്റെ വികൃതി അതിര് കടന്നപ്പോൾ പൂജാദ്രവ്യത്തിൽ അദ്ദേഹം കുട്ടികളുടെ വികൃതി കാണിച്ചപ്പോൾ ഇടത് കൈ കൊണ്ട് തട്ടി മാറ്റി. വില്ലുവങ്കലത്ത് സ്വാമിയാർ ഇടത് കൈ കൊണ്ട് തട്ടി മാറ്റി. അപ്പോൾ ഈ ഇടം കൈ കൊണ്ട് തട്ടിയത് കൊണ്ട് അദ്ദേഹത്തിനോട് ഭഗവാൻ പിണങ്ങി, ഇനി എന്നെ കാണണമെങ്കിൽ അനന്തംകാട്ടിൽ വരണം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായത്രേ. അങ്ങനെ ഭഗവാൻ അനന്തംകാട് അന്വേഷിച്ച് വില്ലുവങ്കലത്ത് സ്വാമിയാർ വരികയും അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഹരിജ സ്ത്രീയുടെ വീട്ടിൽ ഹരിജ സ്ത്രീയുടെ കുട്ടിയെ വഴക്ക് പറയുന്നത് കേട്ടു. ഇനി നീ വികൃതി കാണിച്ചാൽ അനന്തംകാട്ടിലേക്ക് എറിയും എന്ന് പറയുന്നത് കേട്ട് വില്ലുവങ്കലത്ത് സ്വാമിയാർ അവിടെ കയറി ചെല്ലുകയും വില്ലുവങ്കലത്ത് സ്വാമിയാർ ആ അനന്തൻകാടിനെ പറ്റി അന്വേഷിക്കുകയും അങ്ങനെ അനന്തൻകാട്ടിൽ സാക്ഷാൽ ഭഗവാൻ അനന്തശായിയായിട്ട് ശയിക്കുന്ന പ്രത്യക്ഷത്തിൽ കണ്ട് അവിടെ അങ്ങനെ ഒരു രൂപത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. അതാണ് പിന്നീട് തിരുവനന്തപുരം ആയത്. അവിടെ ആദ്യം വില്ലുവങ്കലത്ത് സ്വാമിയാർ കണ്ട ഉടനെ ചിരട്ടയിൽ കണ്ണിമാങ്ങ ചതച്ച് നേദിച്ചെന്നാണ് സങ്കല്പം. അപ്പോൾ ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആദ്യത്തെ നേദ്യം ചിരട്ടയിൽ കണ്ണിമാങ്ങയാണ് എന്നൊരു വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, അങ്ങനെയാണ് പതിവ്. അപ്പോൾ അത് ആ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ ഉത്ഭവത്തിന് കാരണമായ ക്ഷേത്രം എന്ന ഖ്യാതിയും ഈ അമ്പലത്തിനുണ്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുളത്തിലെ മുതല. ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ട് കാണും. ബബിയ എന്ന് പറഞ്ഞിട്ടൊരു മുതല ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുതല ഇപ്പോൾ ഇല്ല. മുതലയ്ക്കിടയ്ക്ക് മുതലയ്ക്ക് മരണം സംഭവിച്ചു. അതിന് പ്രകാരം മുതലയെ വിദ്യാമണ്ണം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ അത്രയും സാത്വിക ഭാവത്തിലുള്ള ഒരു ജീവിയായിരുന്നു ഭഗവാൻ. നക്രരൂപത്തിലാണ് പ്രപഞ്ചം സംരക്ഷിക്കുന്നതെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ മുതലയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നത്. ഈ ഗുഹ വഴിയാണ് വില്ലുവങ്കലത്ത് സ്വാമിയാർ തിരുവനന്തപുരത്തേക്ക് പോയതെന്നാണ് സങ്കല്പം. ഈ ഗുഹയുടെ അവസാനം തിരുവനന്തപുരത്താണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ഇതാണ് വില്ലുവങ്കലത്ത് സ്വാമിയാർ പോയി എന്ന് പറയപ്പെടുന്ന ഗുഹ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ അനവധി കാഴ്ചകളുണ്ട്. ഇനി ഉപദേവതാ സ്വരൂപങ്ങളായിട്ട് ഗണപതി. ഉപദേവതാ സ്വരൂപങ്ങളിൽ ആദ്യത്തേത് ഗണപതിയാണ്.
ഗണപതി തൊട്ടാണല്ലോ ഉപദേവതാ സങ്കല്പങ്ങളെല്ലാം ഗണപതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഗണപതിയിൽ പ്രപഞ്ചോത്ഭവ കാലത്തെ ഉള്ള ചൈതന്യമാണ് ഗണപതി എന്നാണ് വിശ്വാസം. ഗണപതിയെങ്കിൽ തുടങ്ങി ഗണപതിയെങ്കിൽ പ്രപഞ്ചം അവസാനിക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട്. ശ്രീ മഹാഗണപതി എന്ന് പറയുന്നത് കോടി സൂര്യ സമപ്രഭനാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ഉപദേവതാ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ബലിക്കല്ല്. അടുത്ത ഉപദേവതാ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നിന്ന് തൊട്ടടുത്തൊരു ഉപദേവതാ ക്ഷേത്രമുണ്ട്. ഇവിടെ വേദവതി എന്നിട്ടൊരു മൂർത്തിയാണ്. വേദവതി ദേവതാസങ്കല്പമാണ്. അത് മഹാലക്ഷ്മി ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കുളത്തിൻ്റെ നടുക്കുള്ള ആ മനോഹര ദൃശ്യമാണത്. അടുത്ത ഉപദേവത എന്ന് പറയുന്ന മഹിഷാസുരമർദ്ദിനിയാണ്. മഹിഷാസുരമർദ്ദിനിയുടെ അവിടെ നിന്നിട്ട് നേരെ വനശാസ്താവിൻ്റെ അവിടോട്ടാണ്. വനശാസ്താവ് എല്ലാം വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠയാണ്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഇവിടെയാണ് ബബിയ എന്ന് പറഞ്ഞ മുതല ഉണ്ടായിരുന്ന കുളമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു വിശുദ്ധി എന്ന് പറയുന്നത് യാതൊരു ബഹളങ്ങളുമില്ല. ശരിക്ക് ആ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഒരു പ്രതീതിയാണ്. ശാന്തം എന്ന് പറഞ്ഞാൽ ഇത്രയും ശാന്തമായിട്ടുള്ളൊരു ക്ഷേത്രം നമുക്ക് വളരെ അപൂർവമാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ അമ്പലം. ഇത് രക്തേശ്വരിയുടെ പ്രതിഷ്ഠയാണ്. രക്തേശ്വരി വനശാസ്താവ്. ഇനി നമ്മൾ വനശാസ്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് പുഴയല്ല, ചെറിയൊരു കൈത്തോട് കടന്നു വേണം പോകാൻ. ഇപ്പോൾ ഇതിലിപ്പം വെള്ളമില്ല. വെള്ളമുള്ള സമയമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരുന്നേനെ. വനശാസ്താവ് കാണാൻ തൊഴുകയും എല്ലാം വേണ്ട. ശാസ്താവ് എന്ന് പറയുന്നത് തന്നെ ഒരു നായാട്ട് ദേവനാണ്. പൊതുവെ വേട്ടയ്ക്കൊരു മകൻ. ശാന്തമായൊരു അന്തരീക്ഷമാണ്. ശബ്ദം പോലും ഇല്ലാത്ത വളരെ മനോഹരമായ ശാന്തമായൊരു അന്തരീക്ഷമാണ്.